നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 40. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അദ്ധ്യായം 5 14-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 13-ാമത്തെ ശ്ലോകം പറഞ്ഞു. അതെന്തായിരുന്നു? ലോകൈ പൃഷ്ടാവദന്തി സ്മ ദൂരം യാതപ്രിയോഹിന ആഗമിഷ്യതി വർഷേയസ്മിൻ വിത്തലോപവികർഷിത. ആ ശ്ലോകമാണ് പറഞ്ഞത്. അതിനർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 14-ാമത്തെ ശ്ലോകം. സ്ത്രീണാം നൈവതു വിശ്വാസം മൃതാനാം കാരയേൽ ബുധ വിശ്വാസേ യസ്ഥിതോ മൂഢ സ ദുഃഖൈ പരിഭൂയത്തെ. സ്ത്രീണാം നൈവതു വിശ്വാസം മൃതാനാം കാരയേൽ ബുധ വിശ്വാസേ യസ്ഥിതോ മൂഢ സ ദുഃഖൈ പരിഭൂയത്തെ. എന്താർത്ഥം? ഇതിൽ നിന്ന് ധരിക്കേണ്ടതായ സാരം സൂതൻ പറഞ്ഞു കൊടുക്കണം. അതായത് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, വ്യാസർ ശുഗനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഒപ്പമുള്ളായിരുന്ന ആളാണ് സൂതൻ. സൂതൻ ശൗനകാദികളോട് പറയണം. ചിലപ്പോൾ എനിക്ക് റെഡി വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, അപ്പോഴേക്ക് ഞാൻ 2 വാചകം ഉണ്ടാക്കുന്ന പ്രശ്നമില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ധരിക്കേണ്ട സാരം സൂതൻ പറയുന്നു. അറിവുള്ളവൻ ദുഷ്ടസ്ത്രീകളിൽ വിശ്വാസം വെക്കരുത്. വാചകം വളരെ ക്ലിയറാണ്. സ്ത്രീകളെന്നല്ല പറഞ്ഞത്, ദുഷ്ടസ്ത്രീകൾ. അതെങ്ങനെ മനസ്സിലാക്കുക? ഇമ്പോസിബിൾ. മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ചാൻസാണ്. ഇപ്പോൾ പുരുഷൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ്? സ്ത്രീനെയാണ്. ഒത്തു കിട്ടിയാൽ ലോട്ടറി എടുത്ത് കൂടുതലെന്ന് വിചാരിക്കാം. ഐ ആം സോറി, ഇതൊരു സത്യം മാത്രമാണ്, ഒരു സത്യം. ഞാൻ വിവാഹം കഴിച്ചു, ആളെ കാണാണ്ട് കണ്ടു, പക്ഷെ സംസാരിക്കുകയോ ഇൻ്റർവ്യൂ ചെയ്യുകയൊന്നും ചെയ്തില്ല. കാരണം ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്കിഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം എൻ്റെ ഒരു എക്സ്ചേഞ്ച് മാരേജാണ്. എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്ന ആളുടെ പെങ്ങളേനെ ഞാൻ വിവാഹം ചെയ്യുന്നത്. എന്തത് പറയാൻ കാരണം? ചിലവർ സമ്പാദ്യം തുടങ്ങിയാൽ കയ്യിലുള്ള വിരുത് മുഴുവൻ പുറത്തേക്ക് എടുക്കും. കൂടെ കിടക്കണവന് രാപ്പനല്ല, പേടിപ്പനിയാവും. അങ്ങനെയുണ്ട്. സമ്പത്ത് വരുമ്പോൾ അത് സഹോദരന്മാർക്ക് കൂടി, അമ്മയ്ക്കും അച്ഛനും കൂടി ഉള്ളതാണ് എന്ന് ഒരു മകനെ പറ്റി മരുമകൾ മനസ്സിലാക്കിയിരിക്കണം. മകൻ്റെ സമ്പത്ത് ആദ്യം അച്ഛനമ്മമാർക്കും പിന്നെ സഹോദരന്മാർക്കും ഒക്കെ ബാധ്യസ്ഥമാണ്. ഇതറിയാത്തത് എന്തുകൊണ്ടാണ്? ഈ പഞ്ചയജ്ഞം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല. പഞ്ചായത്തിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനത്തിൽ 20% അച്ഛനമ്മമാർക്കുള്ളതാണ്. അത് കൊടുക്കാത്തവർ നരകിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ. സ്വന്തം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാത്തവർക്ക് നരകം ഫലം. അവർ ഭാഗവതം പിടിച്ചിട്ട് കാര്യമില്ല. 20% സമൂഹത്തിനും 20% ഋഷീശ്വരന്മാർക്ക്, അതായത് ഗുരുനാഥന്മാർക്ക്, ക്ഷേത്രങ്ങൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ പിന്നെ സമൂഹത്തിൽ ഉള്ളവർക്ക്, അതിൽ ഈ സഹോദരന്മാർക്ക് വരും. അപ്പോൾ 1/5 മാത്രമേ അവരവരുടെ നന്മയ്ക്ക് വേണ്ടി ശരീര
പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിത രീതിക്ക് വേണ്ടി ചിലവാക്കാൻ പാടുള്ളൂ. ഇത് ചെയ്യാത്തവർക്കൊക്കെ ചിത്രയിലൊക്കെ പോയ വലിയ 3 ലക്ഷം 4 ലക്ഷത്തിൻ്റെ ബില്ല് വരുമ്പോൾ ഡിസ്കൗണ്ട് വേണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. വഴുകി വന്ന വേളയിൽ അവരവർ കാരണം അവരവരുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് കഷ്ടപ്പാട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം ചെയ്ത് അവരെ അറ്റ് ഈസാക്കിക്കോളൂ, രക്ഷപ്പെടാം. ആരും ശപിക്കില്ല നമ്മളേനെ. ആര് ശപിച്ചാലും അത് എപ്പോഴാണ് നമുക്ക് കൊള്ളുക? നമ്മുടെ പോസിറ്റീവ് എനർജി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ പ്രാക്ക് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾക്ക് പോസിറ്റീവ് എനർജി നശിക്കുമ്പോഴാണ് പ്രാക്ക് അനുഭവിക്കുന്നത്. കൊതി എപ്പോഴാണ് ഉണ്ടാവുക? ഇതേപോലെയാണ്. അപ്പോൾ ദുഷ്ട സ്ത്രീകളിൽ വിശ്വാസം വയ്ക്കരുത്. അവരുടെ പ്രാണൻ പോയിരിക്കുന്നുവെങ്കിൽ കൂടെ അവരെ ഭയപ്പെടണം. എന്താ മാതിരി? സ്ത്രീകളെ വിശ്വസിച്ചും കൊണ്ട് ഏതൊരു പുരുഷൻ ഇരിക്കുന്നുവോ മൂഢനായ അവന് പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് ഭാഗവതത്തിലുള്ള വരികളുടെ അർത്ഥമാണ്. ഇതറിയാതെ കൊണ്ടാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. ഈ ഭാഗവതത്തിലുള്ള 6 അധ്യായങ്ങൾ പഠിച്ചാൽ ഭാഗവതം പഠിച്ച കൂട്ടത്തിലാവും. ചതുശ്ലോകി ഭാഗവതം പറഞ്ഞിട്ടൊന്നുണ്ട്. 4 ശ്ലോകങ്ങളാണ് അതിൽ. ആ 4 ശ്ലോകങ്ങൾ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. അതാണ് അദ്ദേഹം വിന്യസിച്ച് 14,000 ചില ശ്ലോകങ്ങൾ 18,000 ഗ്രന്ഥസംഖ്യകളിൽ ഭാഗവതം എഴുതിയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ബേസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ പേടിപ്പെടുത്തല്ല. അപ്പോൾ ഏതൊരു പുരുഷൻ ആണ് സ്ത്രീയെ പരിപൂർണമായി വിശ്വസിച്ചിട്ടുള്ളത് അവന് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സ്ത്രീ സ്വഭാവം എപ്പോഴും മാറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ എന്തിനാണ് സ്ത്രീനെ ഉണ്ടാക്കിയത്? സ്ത്രീ ഇല്ലാണ്ട് ലോകം നിലനിൽക്കില്ല. ലക്ഷ്മിയായിട്ടും ഭദ്രകാളിയായിട്ടും സ്ത്രീ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഭദ്രകാളീനെയാണോ നമ്മൾ സേവിക്കേണ്ടത് അതോ മഹാലക്ഷ്മീനെയാണോ സേവിക്കേണ്ടത്? അമ്മ എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആവാം. പക്ഷേ അമ്മയോട് ചെയ്യേണ്ടതായ കടമകളും കടപ്പാടുകളും ചെയ്യാതെ കണ്ട് ഭദ്രകാളിയെ ഉപാസിച്ചിട്ട് കാര്യമില്ല, ദേവീ പൂജ ചെയ്തിട്ട് കാര്യമില്ല, മഹാലക്ഷ്മീനെ പൂജിച്ചിട്ട് കാര്യമില്ല. മാതൃദേവോഭവ പിതൃദേവോഭവ, ആദ്യത്തെയും അവസാനത്തെയും വാക്ക് അച്ഛനമ്മയാണ്. അച്ഛനമ്മമാർ എത്ര മോശം സാഹചര്യത്തിൽ ജീവിച്ചിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ദേവതാ സ്ഥാനം കൊടുക്കാൻ കഴിവുള്ളവർ മക്കളാണ്. മക്കൾ സ്വന്തം അച്ഛനമ്മയെ ദേവത മാതിരി ആദരിച്ചാൽ നാട്ടുകാർ ആദരിക്കും. ഇല്ലെങ്കിലോ നമ്മളറിഞ്ഞും നമ്മളറിയാതെ കൊണ്ടും അവരെ മെക്കിട്ട് കയറും നാട്ടിലുള്ളവർ. അപ്പോൾ ഇവിടെ പരിപൂർണമായിട്ട് ഈ സ്ത്രീനെ വിശ്വസിച്ചവനെ ഇവിടെ മൂഢനാണ് വിളിച്ചിട്ടുള്ളത്. മൂഢനായ അവന് പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടത് വരും. ന വിശ്വാസോഹി നാരീഷു സതതം കുലടാസു ച മോക്ഷമാർഗ ഗളാസ്വേവ ഭ്രമമായസു ഭൂമിഷു. ഒരു അർത്ഥവാക്യം പറഞ്ഞു. എന്താണ് അർത്ഥം? കുലടകളായ സ്ത്രീകളിൽ ഒരു കാലത്തും വിശ്വാസം കാണുകയില്ല. മോക്ഷമാർഗത്തെ തടസ്സപ്പെടുത്തുന്ന അവർ ബ്രഹ്മത്തിൻ്റെയും മായയുടെയും പ്രത്യക്ഷ സ്വരൂപങ്ങളാകുന്നു. അപ്പോൾ കുലടകളായ സ്ത്രീകൾ മായയുടെ സ്വരൂപമാണ്, നന്നാവാൻ സമ്മതിക്കില്ല. അപ്പോൾ പുരുഷൻ എന്തിനാ ഭാഗ്യം ചെയ്യേണ്ടത്? സ്ത്രീ എന്തിനാ ഭാഗ്യം ചെയ്യേണ്ടത്? വിവാഹാനന്തര ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും ഭാഗ്യം ചെയ്യേണ്ടത് രണ്ടുപേർക്കും ഐക്യമത്യം മഹാബലം മനസ്സിലാക്കണം. ഐക്യമത്യം, ഒരേ ടേസ്റ്റുള്ളവരായിരിക്കണം. അതിനാണ് ഈ ഇൻ്റർവ്യൂ. പെണ്ണ് കാണൽ ചടങ്ങ് എന്തിനാ? എൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് വരനും ഉഡ്ബി വരനും വധുവും പറയണം. അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രമേ ഹാന്ന് പറയാൻ പാടുള്ളൂ.
ചായ കുടിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, മധുരപലഹാരങ്ങൾ കഴിച്ചുകൊണ്ടും കുഴപ്പമില്ല. കാരണം ഒരാളുടെ ആതിഥ്യം നമ്മൾ നിരസിക്കരുത് എന്തിൻ്റെ പേരിലും. അപ്പോൾ തുറന്ന് സംസാരിക്കുക. എനിക്ക് ഇത്രയേ ശമ്പളമുള്ളൂ, എൻ്റെ വീട്ടിലെ സ്ഥിതി ഇതാണ്, ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയാൽ സമൂഹം നന്നാവും. അതിന് ഗുരുശിഷ്യ ബന്ധം വേണം. എന്നാലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്നാ വിശ്വാസോഹി നാരീഷു സതതം കുലടാസു ച മോക്ഷമാർഗ ഗളസ്വേവ ഭ്രമമായുതു ഭൂമിഷു. കുലടകളായ സ്ത്രീകളിൽ ഒരു കാലത്തും വിശ്വാസം കാണുകയില്ല. മോക്ഷമാർഗത്തെ തടസ്സപ്പെടുത്തുന്നത് അവർ ഭ്രമത്തിൻ്റെയും മായയുടെയും പ്രത്യക്ഷ സ്വരൂപങ്ങളാകുന്നു. ഭാര്യയ്ക്ക് അമ്പലത്തിൽ പോകണം, ഭർത്താവിന് പോകണ്ട എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. ഭർത്താവിന് അമ്പലത്തിൽ പോകണം, രാമായണം വായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്ന ആൾ, ഇയാൾ 18-ാം നൂറ്റാണ്ടിലത്തെ ആളാണല്ലോ, ഇയാൾ മോഡേൺ അല്ല എന്ന് പറഞ്ഞാൽ ആ ദണ്ണം നമ്മൾ എവിടെ കൊണ്ടേക്കും? ഈ മോഡേൺ എന്നുള്ളത് വസ്ത്രധാരണത്തിൽ അല്ല, തലമുടി ഷേപ്പാക്കണേലും അല്ല. അതൊക്കെ മനസ്സിലാക്കണം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ സോഷ്യലിസത്തിൻ്റെ ഒരു വകഭേദമാണ്. അപ്പോൾ ഇവിടെ പറയണു, മോക്ഷമാർഗത്തെ തടസ്സപ്പെടുന്നത് അവർ ഭ്രമത്തിൻ്റെയും മായയുടെയും പ്രത്യക്ഷ സ്വരൂപങ്ങളാണ്. പിന്നെ ഒരു അപ്തവാക്യം കൂടി പറയണ്ട. അഭ്രശ്ചായ തൃണസ്യ അഗ്നിർ നീചസേവാസ്ഥലേ ജലം വേശ്യാസംഗ കുമിത്രം ച ഷടതേ ബുദ്ബുദോപമ. ബുദ്ബുദം എന്ന് പറഞ്ഞാൽ കുമിളകളെന്നർത്ഥം. കുമിളകൾക്ക് സ്ഥായിയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം ചൂട് പിടിക്കുമ്പോൾ വെള്ളത്തിൽ കുമിളകൾ വരും. മത്സ്യം ശ്വസിക്കുമ്പോൾ കുമിളകൾ വെള്ളത്തിൽ, കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ കാണാം. മത്സ്യം ഒന്ന് അതായാൽ പിന്നെ കുമിളകൾ വരും. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? മേഘനിഴൽ, വൈക്കോൽത്തീയെ, നീചസേവ, കാനൽ ജലം, വേശ്യാസംഗം, കുൽസിതമിത്രം ഇവ 6 നീർപ്പോള പോലെ ക്ഷണഭംഗരങ്ങളാകുന്നു. ക്ഷണഭംഗരങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ട് നിൽക്കില്ല. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എന്തിനാ ഈ ആഖ്യാനം പഠിക്കണം എന്ന് പറഞ്ഞത്? ധാരാളം ഉപമകൾ നമ്മൾക്ക് കിട്ടും. എന്താ ഉപമകൾ? മേഘത്തിൻ്റെ നിഴൽ സ്ഥായിയായിട്ട് നിൽക്കുമോ? കുറച്ച് ചൂടുള്ള സമയത്ത് സൂര്യനെ നോക്കിയാൽ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് കാണാം. മേഘങ്ങൾ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ്റെ താഴെ മേഘങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് തണൽ തോന്നും. പാടത്തൊക്കെ നിഴലിങ്ങനെ പോണ് കാണാം. കുറച്ചൊരു പ്രകൃതിയായിട്ട് പ്രായം കൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. പാടത്തൊക്കെ നടക്കുമ്പോൾ പാടത്തിൽ കാണാൻ വലിയൊരു ഭാഗം വട്ടത്തിലോ പല ആസ്ട്രേലിയയുടെ മാറി ആഫ്രിക്കയുടെ മാതിരിയൊക്കെ നിഴൽ പോവും. കാരണം ആ മേഘത്തിൻ്റെ, അപ്പോൾ അതിനെ പിടിക്കാനും പറ്റില്ല. അതിൻ്റെ ചൂട്ടിൽ നിന്നിട്ട് ചൂടനുഭവിക്കാണ്ടിരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് മേഘനിഴൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും. വൈക്കോലിൽ തീ പിടിച്ചാൽ 1/2 നിമിഷത്തിനുള്ളിൽ ഒരു സിഗരറ്റ് കൊളുത്താനും കൂടി അതിനൊക്കെ സാധിച്ചു എന്ന് വരില്ല. വൈക്കോൽത്തീയെ. നീചസേവ, ദുഷ്ടന്മാരോടുള്ള സേവ. കാനൽ ജലം, ഇപ്പോൾ ടാറിട്ട റോട്ടിൽ കൂടെ പോകുമ്പോൾ ദൂരത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട് തോന്നും, അതിനാണ് കാനൽ ജലം. അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ. പിന്നെ വേശ്യാസംഗം, നൈമിഷികമാണ്. ഇപ്പോൾ വേശ്യാസംഗം എന്നല്ല, ഭാര്യാഭർത്തൃ ബന്ധം തന്നെ ഇണ ചേരുക എന്നുള്ളത് നൈമിഷിക ഫീലിംഗാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ ചില ആൾക്കാരുണ്ട് പലതും പറഞ്ഞ് ആൾക്കാരെ പേടിപ്പെടുത്തും. എന്തോ അവിടെ. അപ്പോൾ മേഘനിഴൽ, വൈക്കോൽത്തീയെ, നീചസേവ, കാനൽ ജലം, വേശ്യാസംഗം, കുൽസിതമിത്രം. ഇപ്പോൾ ഒരാൾ ഒരു 100 രൂപ ചോദിച്ചാൽ നമ്മളെടുത്ത് കൊടുക്കും. അയാളത് ശരിക്കും കൊടുത്തു തരും. ഒരു 1000 രൂപ നാളെ തരാം കൊടുത്താൽ പിന്നെ ആളെ കാണില്ല. അതാണ് കുൽസിത മിത്രം. മിത്രങ്ങൾ ചിലപ്പോൾ ഇതേമാതിരി പാര വയ്ക്കണ ആൾക്കാരാവും. നമുക്കറിയില്ല. പെട്ടാൽ പിന്നെ നമ്മൾ അയാൾക്ക് പിന്നെ
അയാൾ പിന്നെ വന്ന് ചോദിക്കില്ലല്ലോ. 1000 കടലിൽ കായം കലക്കിയെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷേ ഒരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജന്മാന്തര പാപം എന്ന് വേണം പറയാൻ. അവരവർ ഇതേമാതിരി കഴിഞ്ഞ ജന്മത്തിൽ ആരെയെങ്കിലും ലൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരില്ല. എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബോംബെയിൽ ഒരു കുറി വെച്ചു, 6000 റുപ്യാണ്. അത് ആദ്യം തന്നെ 2 നറുക്ക് പോയി. ആദ്യത്തെ ദിവസം 3000 മതി പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, കുറി നല്ല ലാഭത്ത് പോവലോ കണക്കല്ല വിചാരിച്ചു. എൻ്റെ തന്നെ 4 നറുക്കാണ്. പക്ഷേ പിന്നെ ആ വിദ്വാന്മാരെ കണ്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ, കുടുംബം പോലെ. എന്ത് ചെയ്യാൻ പറ്റും? ഞാനും ഭാര്യയും സ്വകാര്യമായിട്ട് പറഞ്ഞ് ദുഃഖിക്കും. വേറെ ആളോട് പറഞ്ഞാൽ അവർ വയ്ക്കാതെ കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ റിയൽ സ്റ്റോറി ലൈഫാണ് പറഞ്ഞത്. പക്ഷേ ഈ ഭാഗവത സേവയുടെ മഹിമ അറിയ കാരണം ഇതൊക്കെ ജന്മാന്തര ദോഷത്തിൽ പെട്ടതാണ് ഞാൻ സ്വയം സമാധാനിച്ചിട്ടുണ്ട്. ഞാൻ എയർലൈൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എയർലൈൻസ് ബിസിനസ് ജോലിയിലിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. പക്ഷേ നിവൃത്തികേടുകൊണ്ട് വയറ്റുപഴപ്പിന് വേണ്ടി, മുതലാളിയാവാൻ വേണ്ടിയിട്ടല്ല. അതിൽ ചിലവർ ആരാ ടിക്കറ്റ് വാങ്ങുന്നത്? പ്രൊഫസർമാർ. നമ്മളവരോട് പറയും സീറ്റുണ്ട് സാർ, പക്ഷേ അവർ കൺഫേം ചെയ്യാൻ വഴുകും. അപ്പോഴേക്കും സീറ്റ് പോയിട്ടുണ്ടാവും. അവർ നിലവിളിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, താനെന്താ ബുക്ക് ചെയ്യാത്തത്? ഒരു പ്രാവശ്യം എനിക്ക് ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിന് എടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് വളരെ മീഗറായിട്ട് കിട്ടുന്നത് 3% അപ്പോൾ ഒരു 15,000 റുപ്യ ടിക്കറ്റ് ഉള്ളത് ഫസ്റ്റ് ക്ലാസ് വേണം പറഞ്ഞാൽ ഒരു 40,000 റുപ്യ കൊടുക്കണം. പോയി കിട്ടി കാശ്. എന്താ, എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യണത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാറ്റിലും സുതാര്യത ഉള്ളവരല്ല. അതാ പറയണത്. നഞ്ച് എന്തിനാ 5 നാഴി? ചോദ്യമുണ്ട്. വേണ്ട. ഇപ്പോൾ പാലിൽ ഉറയ്ക്കാൻ ഒരു 5 ലിറ്റർ പാലിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞാലും തൈരാവും. അത്രയും പാലിനെ തൈരാക്കാൻ ഒരു ചെറുനാരങ്ങ മതി. അപ്പം നന്മയുള്ളവരുടെ സഹവാസം കിട്ടണമെങ്കിൽ പൂർവ്വജന്മാന്തര പുണ്യം ഉണ്ടാവണം. അപ്പോൾ ഈ 6 ആൾക്കാരായിട്ട് ഈ 6 വസ്തുക്കൾ, ഏത്? മേഘനിഴൽ, വൈക്കോൽ തീയെ, നീചസേവ, കാനൽ ജലം, വേശ്യാസംഘം, കുൽസിതമിത്രം. ഇവ 6 നീർപ്പോള പോലെ ക്ഷണഭങ്കുരങ്ങളാകുന്നു. ഇതൊരു സയൻസ് അല്ലേ? ഇത് നമ്മളെ കോഷൻ ചെയ്യണ സബ്ജക്റ്റ് അല്ലേ? ഇത് കപടഭക്തിയാണോ? അല്ല. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാവകാശമില്ല. അതുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പല മഹാന്മാരും അനുഭവരൂപേണ സ്ഥാപിച്ചിരിക്കയാൽ, ഈ 6 പറ്റിയിട്ടും അനുഭവരൂപത്തിൽ മഹാന്മാർ സ്ഥാപിച്ചിരിക്കയാൽ കുലടകളായ സ്ത്രീകളെ ഒരു കാലത്തും വിശ്വസിക്കരുത്. 15-ാമത്തെ ശ്ലോകം. സുധാമയം വജോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയകോ നാമയോഷിതാം. സുധാമയം വജോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയ കോ നാമയോഷിതാം. വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങളാണ്. യാതൊരു സ്ത്രീകളുടെ വാക്ക് അമൃതപ്രായം, അതാണ് സുധാമയം വജോ. വചസ്സുകൾ, വാക്കുകൾ സുധാമയാണ്, അമൃതം പോലെ ഇരിക്കും. കാമികൾക്ക് രസത്തെ വർദ്ധിക്കുന്നതായി. കാമികളെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മുഖാന്തരം എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതിനാണ് ഇവിടെ രസത്തെ വർദ്ധിക്കുന്നത് എന്ന് പറയുന്നത്. ഹൃദയമാകട്ടെ ക്ഷുരകൻ്റെ കത്തി എന്ന പോലെ. എന്നാൽ അടുത്താൽ എന്താണ്? അവരുടെ ഹൃദയം ക്ഷുരകൻ്റെ കത്തി എന്ന പോലെ. ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ ആരാ?
പണ്ടത്തെ കാലത്ത് ഈ തലമുടി വെട്ടുന്ന ആളേനെ താടി വെടിച്ച് കൊടുക്കുന്ന ആളെയാണ് ക്ഷുരകൻ എന്നാണ് പറയാം. സംസ്കൃതത്തിൽ ക്ഷുരകൻ എന്നാണ് എന്താ പേര്. അപ്പോൾ താടിയിൽ സോപ്പൊക്കെ തേച്ച് സുഖാക്കി തരും. പക്ഷേ ആ കത്തി ഇങ്ങനെ കയ്യിലിങ്ങനെ ഉറച്ച് ഈ കഴുത്ത് പൊന്തിക്ക് അവരെന്നെ താടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി തരും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അല്ലേ ഈശ്വര രക്ഷതോന്നേ പറയാൻ പറ്റുള്ളൂ. ക്ഷുരകൻ്റെ കത്തി പോലെയാവും. അപ്പോൾ ക്ഷുരകൻ്റെ കത്തി എന്ന പോലെ ഏറ്റവും മൂർച്ചയുള്ളതുമായിരിക്കുന്നുവോ ആ സ്ത്രീകൾക്ക് പ്രിയനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? തുടക്കത്തിൽ കുറച്ച് ആൾക്കാരെ കിട്ടും, പിന്നെ ഇതിങ്ങനെ കാട്ടുതീ പോലെ പരക്കും. പിന്നെ ആൾക്കാർ ആ വീട്ടിൻ്റെ വഴി കൂടെ പോവില്ല. ആദ്യം പേരുടെ അവിടെ നിന്നൊക്കെ എത്തി നോക്കും, കണ്ടുവച്ചാൽ നന്നായി വിചാരിക്കും. ഒന്ന് ഉരിയാടിയാൽ തർക്കമില്ല എന്നൊക്കെ തോന്നും. മനസ്സിൻ്റെ ചാപല്യാണതൊക്കെ. അപ്പോൾ ഏതൊരു വ്യക്തി ഈ ഭാഗവത മാഹാത്മ്യം 8 വയസ്സിലോ 10 വയസ്സിലോ 12 വയസ്സിലോ പഠിച്ചാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനായിട്ടും കുടലേ ആവില്ല. സ്ത്രീ കുടലേ ആവില്ല, പുരുഷൻ അതേപോലെയുള്ള സ്ത്രീകളായിട്ട് സംഘം ആഗ്രഹിക്കില്ല. അപ്പോൾ എല്ലാവരെയും അവർ പ്രിയനെന്ന് പറയും അല്ലേ? ഈ കാര്യസാധ്യ പുഷ്പാഞ്ജലിയാണ്. കാര്യസാധ്യ പുഷ്പാഞ്ജലിക്ക് എല്ലാ മാസം കൊണ്ടുമുട്ടുന്ന മിത്രങ്ങളുണ്ട്. അവർ ആ ക്ഷേത്രത്തിലെ ഉപ്പുമാവും കാപ്പിയും തൂശാലയിൽ പ്രസാദം കിട്ടുമ്പോൾ കൊടുക്കുന്ന ദക്ഷിണ പോയി കിട്ടിയതല്ലാണ്ട് എന്താ തൻ്റെ കാര്യം വല്ലത്. ചിലതൊക്കെ ശരിയായി എന്ന് പറയും. കാരണം പിന്നെ വരണം, എന്തിനു പിന്നെ വരണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായില്ലേ? നിങ്ങളോ ആയിട്ടില്ല, ആവുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്കെന്നാ. പിന്നെ കർമ്മം ചെയ്യാതെ കണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? സത്യം പറയണം, സത്യം പറയണം. കർമ്മം ചെയ്യാണ്ട് ഒരാൾ നന്നായിട്ടില്ല. കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായവർ ജോലിയിൽ ഷൈൻ ചെയ്യുമോ? ഇല്ല, സംശയമൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ചോദിക്കണു, അവരവർ ഒരു പുതിയൊരു പ്രസ്ഥാനം, ഒരു കച്ചവടം തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഒരു ക്ലർക്കിനെ കിട്ടിയാൽ തർക്കടില്ല. നമ്മൾ ആരേനെ ക്ലർക്കിനെ വയ്ക്കും? ബുദ്ധിമാന്മാരെ വയ്ക്കുമോ ബുദ്ധിയില്ലാത്തവരെ വയ്ക്കുമോ? അപ്പം നമ്മൾ കുബുദ്ധിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അതിന് ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് വക്കീൽമാരാണെങ്കിലും പിടിക്കപ്പെടുന്നുണ്ട്, ഡോക്ടർമാരാണെങ്കിലും പിടിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? എത്ര ആൾക്കാർ കാശുണ്ടാക്കിയിട്ടുണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സാണെന്ന് പറഞ്ഞിട്ട്, ജനറൽ പ്രാക്ടീഷണർ. അപ്പോൾ ആരിലും പരമാർത്ഥമായ പ്രിയം അവർക്കില്ല. ആർക്ക്? കുലടകളായ സ്ത്രീകൾ, അല്ലെങ്കിൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ. പണം വേണമെന്നല്ലാണ്ട് ആര് വന്നു ആര് പോയി അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ആരിലും പരമാർത്ഥ പ്രിയം അവർക്കില്ല. ഇതാണ് സാമാന്യേന ദുഷ്ടസ്ത്രീ സ്വഭാവമെന്ന് ബുദ്ധിമാന്മാർ അറിയേണ്ടതാണ്. ബുദ്ധിമാന്മാർ വളരെ ചടുലമായ നീക്കങ്ങളാണ് വ്യാസർ ചെയ്യണത്. ഇതാണ് സാമാന്യേന ദുഷ്ടസ്ത്രീ സ്വഭാവമെന്ന് ബുദ്ധിമാന്മാർ അറിയേണ്ടതാണ്. അവർ അതാ പറയുക, എൻ്റെ ഗുരുനാഥൻ പറയും, കുഞ്ഞേ, ചിലപ്പോൾ ചെറുക്കാന്ന് വിളിക്കും. അത് അവരുടെ നാടൻ ശൈലിയാണ്. നമ്മൾ ചോദിക്കില്ലേ, മകൾക്ക് കല്യാണം ഉറപ്പിച്ചു, ചെക്കൻ എവിടുന്നാ ചോദിക്കും. അതാ ചെക്കൻ എന്നുള്ളത് പുരുഷൻ നമ്മുടെ മകനെ പോലെ ആണ്, ഒരു സ്ഥായി ആയിട്ടാണ്, സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പണ്ട് ഈ സവർണർ ഒക്കെ ചെറുക്കൻ ഏതായി ചെറുക്കൻ, അത് ഒരു അന്തസ്സില്ലാത്തതാണ്. പോട്ടെ, സാരില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താ? ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറച്ചു വെച്ചാൽ നമ്മൾ ചോദിക്കില്ലേ, ചെറുക്കൻ ഏതാ ചോദിക്കില്ലേ? അപ്പോൾ എല്ലാവരും തൻ്റെ മകൾക്ക് മരുമകനായി വരുന്നവൻ ബുദ്ധിയുള്ളവനാവണം, മൂഢനാവരുത് എന്നൊരു താല്പര്യം ഉണ്ടാവില്ലേ? അതല്ലേ അന്വേഷിക്കണത്. ആ അന്വേഷണം ഒരു ബിലോ ആവറേജ് ആളാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഒരു എബവ് ആവറേജ് ആണെങ്കിൽ പറയും നമുക്ക് പറ്റിയതല്ലാട്ടോ പറയും.
അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകം 16, ഞാൻ കൂടുതൽ മുഷിപ്പിക്കണില്ല നിങ്ങളെ. സംഹൃത്യ വിത്തം തായാതാം കുലടാ ബഹുഭർതൃകാഹ ദുന്ദുകാരീ ബഭൂവാധ മഹാൻ പ്രേതകുകർമ്മതാം. 16ാമത്തെ ശ്ലോകം. സംഹൃത്യ വിത്തം തായാതാം കുലടാ ബഹുഭർതൃകാഹ ദുന്ദുകാരീ ബഭൂവാധ മഹാൻ പ്രേതകുകർമ്മതാം. പ്രകൃതകഥ തുടരുന്നു. പ്രകൃതകഥ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ കൂടെ കുറേ ഉപദേശങ്ങൾ നമുക്ക് തന്നു. എന്നിട്ട് ആ കഥ തുടരുകയാണ്. പണം കൊടുക്കുന്നവരെയെല്ലാം ഭർത്താവായി സ്വീകരിക്കുന്ന ആ കുലടകൾ ധനം അപഹരിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള ദിക്കിലേക്ക് യാത്ര ചെയ്തു. ആരെ? ഈ ദുന്ദുകാരിയുടെ ഭാര്യമാർ 5 ആള് ഭയങ്കര കോമഡിയാണ്, അല്ലെങ്കിൽ സൂത്രശാലികളാണ്. പണം കൊടുക്കുന്നവരെല്ലാം ഭർത്താവായി സ്വീകരിക്കും. അതാണല്ലോ വേശ്യയുടെ ഉദ്ദേശം. ആ കുലടകൾ ധനം മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ചും കൊണ്ട് ഈ ഞാൻ ഈ എയർ ടിക്കറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ എയർപോർട്ടിൽ ഞാൻ ഈ ടിക്കറ്റ് ഡേറ്റ് മാറ്റണമെങ്കിൽ പണ്ടൊക്കെ എയർപോർട്ടിൽ പോയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് സീൽ ചെയ്യണം. ഈ കമ്പ്യൂട്ടറൊക്കെ വരണ കൂടുതൽ ആയിട്ടില്ല കാലത്തൊക്കെ. അപ്പോൾ ഓരോ കഥകൾ കേൾക്കും. എന്താ കഥകൾ? ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ വന്നിറങ്ങിയാൽ മലയാളികൾ തന്നെ ഓഫീസേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. അവരെന്ത് ചെയ്യും? പലതരത്തിലും ഇവരെ ചൂഷണം ചെയ്യും. എന്നിട്ട് സ്ത്രീ സേവയ്ക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അവരൊക്കെ ഏർപ്പാട് ചെയ്യും. അവർ എല്ലാം ലൂട്ട് ചെയ്തിട്ട് ഒരു ഡ്രോവർ മാത്രം ഇട്ടിട്ട് പുറത്തേക്കാക്കും. അവർക്ക് മസിൽ പവറുള്ള ആൾക്കാർ, പെയ്ഡ് സ്റ്റാഫ് ഉണ്ടാവും. ഇതൊക്കെ ജീവിതത്തിൽ പച്ചയായിട്ടുള്ള കഥകളാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. ധനം അപഹരിച്ചും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് യാത്ര ചെയ്തു. ദുന്ദുകാരി കുൽസിത കർമ്മം നിമിത്തം മഹാപ്രേതമായിട്ട് ഭവിച്ചു. അപ്പം ഞാനും നിങ്ങളും പ്രേതമാവണോ ആവണ്ടേ എന്നുള്ളത് അവരവർ നിശ്ചയിക്കണം. പ്രേതമാവണോ ആവണ്ടേ? പിതൃക്കളാവും, അത് വേറെ കാര്യം. പിതൃപൂജ നമുക്ക് ചെയ്യാം. പ്രേതത്തിനെ അല്ലേ നമുക്ക് ചിലവർക്കുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ പണം അപ്പോൾ പറഞ്ഞു, പിന്നെ ദുന്ദുകാരി കുൽസിത കർമ്മം നിമിത്തം മഹാപ്രേതമായിട്ട് ഭവിച്ചു. അപ്പോൾ ഇത് നമ്മൾ അർത്ഥം അറിയാണ്ട് ഉരുവിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എത്ര ആൾക്കാർ വായിക്കുന്നുണ്ട്? എനിക്കറിയാം. പക്ഷെ അർത്ഥം അറിയാണ്ട് വായിച്ചിട്ട് എന്താ കാര്യം? കുറച്ച് വായിച്ചാൽ മതി, അർത്ഥം അറിഞ്ഞിട്ട്. ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ മുഴുവൻ അറിഞ്ഞിട്ട് വായിക്കാം. ധൃതി പിടിക്കരുത്. ഒരു കാര്യത്തിന് ധൃതി പിടിച്ചിട്ട് പാഴ്വാക്കുകളാവരുത് ഉച്ചരിക്കുന്നത്. അതിൻ്റെ ഭാവം അറിയണം. അമ്മയെ അമ്മയായും, ഭാര്യയെ ഭാര്യയായും, സഹോദരീനെ സഹോദരിയായും ഒക്കെ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അമ്മയും മകളും പെണ്ണെന്നെ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അത് ദേഷ്യം വരുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു ആപ്തവാക്യം പറയുന്നുണ്ട്. എന്താ? പാന്ധാനാം ആഗമം ദൃഷ്ട്വാ ഭവേത് ദ്രൗദ്ര വബുർധര അസ്ഫുടാർത്ഥാം വദൻ വാചം മഹാപ്രേത സ ഉച്യത്തെ. പാന്ധാനാമാഗമം ദൃഷ്ട്വാ ഭവേത് രൗദ്രവബുർധര. ഭവേത് രൗദ്രവബുർധര. രൗദ്രമായ രൂപത്തെ ധരിക്കുന്നുണ്ട്. അസ്ഫുടാർത്ഥം, സ്പഷ്ടമായിട്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. വദൻ വാചാം മഹാപ്രേത സ ഉച്യത്തെ. മഹാപ്രേതം എന്ന് പറഞ്ഞാൽ എന്താ ആണ് പറഞ്ഞു തരുന്നത്. അത് ശ്ലോകമല്ല, ആപ്തവാക്യമാണ് ഇവിടെ പറഞ്ഞത്. വഴിപോക്കർ വരുന്നത് കണ്ടാൽ ഭയങ്കര രൂപം ധരിച്ച് നിൽക്കും. ഒരു കാറ്റാണ് ഈ പ്രേതം എന്ന് പറഞ്ഞ. ഒരു കാറ്റാണ്. അതിന് പല രൂപങ്ങളും എടുക്കാൻ പറ്റും. ഇപ്പം മേഘങ്ങളെ കണ്ട ചിലപ്പോൾ ആനക്കുട്ടിയാണ് തോന്നും, ചിലപ്പോൾ കുതിരയായിട്ട് തോന്നും.
ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ചിലവർ ശ്രീകൃഷ്ണനായിട്ടും കുരിശായിട്ടൊക്കെ കാണിക്കും. അത് നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. ശരിക്കും ഈശ്വരൻ അരൂപിയാണ്, രൂപമില്ലാത്തവനാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ഈശ്വരനാണെന്ന് പറയുന്നത്. ഈശ്വരീയത, ടു ബി കൈൻഡ് ടു ആൾ, ക്വാളിറ്റി വൈസ് ആണ് ഇത് അറിയണത്. അതല്ലാണ്ട് നമ്മൾ വേഷം കെട്ടിയവനൊക്കെ ഈശ്വരൻ എന്ന് പറയുമോ? ഇപ്പോൾ ഒരു കഥയിൽ ദുര്യോധനനായിട്ട് വേഷം കെട്ടിയ ആൾ വേറൊരു കഥയിൽ കൃഷ്ണനായിട്ട് വേഷം കെട്ടും. അപ്പോൾ അയാൾക്ക് കൃഷ്ണൻ്റെ സ്വഭാവം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള മുദ്രകളുണ്ട് എന്നല്ലാണ്ട് ആ സ്വഭാവം ആയിക്കൊള്ളണമെന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ പറയില്ലേ, കല്യാണം കഴിച്ചു, ഒരു ദിവസം പറയാണ്, നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടു ഞാൻ. നിങ്ങളെപ്പോൾ ശരിയാവാം, അയാൾ വിളിച്ച് പോകും നമ്മൾ, അല്ലെങ്കിൽ അയാളോട് വരൂ, എനിക്ക് നിങ്ങൾ ഭർത്താവിനെ പോലെയാണ് എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ഭക്തന്മാരെ കണ്ടു എന്നല്ലാണ്ട് ദയവ് ചെയ്തിട്ട് ഉണ്ണികൃഷ്ണനെ കണ്ടു എന്ന് പറയരുത്. അത് ശരിയല്ല. അതോടെ പറഞ്ഞത് ഭഗവാന്റെ ഗരിമ നമ്മൾ ചീപ്പായിട്ട് ഉപയോഗിക്കരുത്. എരിച്ചാൽ അതിൽ വളരെ അതായത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് വായിച്ച് മനസ്സിലാക്കിയ കാരണം കേട്ടോ. അല്ലാതെ ഒരാമയെ കണ്ടപ്പോഴേക്കും ആൾക്കാർ ആ ഫോട്ടോ, അയാൾ കുറേ റീലിൽ കാശുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വഴിപോക്കർ വരുന്നത് കണ്ടാൽ ഭയങ്കര രൂപം ധരിച്ച് നിൽക്കും, അർത്ഥസ്പഷ്ടമാകാത്ത വിധത്തിൽ വാക്കുച്ചരിക്കും, പേടിപ്പിക്കും. അർത്ഥസ്പഷ്ടമാകാത്ത വിധത്തിൽ വാക്കുച്ചരിക്കും. ഈ വിധം ഇരിക്കുന്ന പ്രേതത്തെ മഹാപ്രേതമെന്ന് പറയുന്നു. നമുക്കറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് 17ഉം 18ഉം 2 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണെന്നാണ് തോന്നുന്നത്. അതെ, 17ഉം 18ഉം നോക്കിക്കോളൂ. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോ അന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര വിപാസിതാം ന ലേഭേ ശരണം കുത്ര ഹാ ദൈവേതി മുകുർവദൻ കിയൽകാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യതാം. വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോ അന്തരം ശീതാതപ പരിക്ലിഷ്ടോ നിരാഹാര പിപാസിതാം ന ലേഭേ ശരണം കുത്ര ദൈവേതി മുഹുർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യതാം. ഇതിൻ്റെ അർത്ഥം, നിത്യം ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് 10 ദിക്കുകളുടെ മധ്യത്തിൽ, ഇതാ 10 ദിക്കുകൾ, കിഴക്കേ പടിഞ്ഞാറ് വടക്കേ തെക്ക്, ഇതിൻ്റെ മൂലകൾ താഴെയും മേലും, ഇങ്ങനെയാണ് 10. അപ്പോൾ നിത്യം ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപം ധരിച്ച് 10 ദിക്കുകളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടും തണുപ്പും ചൂടും സഹിച്ചുകൊണ്ടും ആഹാരമില്ലാതെയും ദാഹം കൊണ്ട് തളർന്നും ഒരു ദിക്കിലും ശരണമില്ലാതെ ഹാ ദൈവമേ ഈ കഷ്ടാവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ദുന്ദുകാരിയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് കഴിയുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഒരു രൂപം, ആർട്ടിഫിഷ്യൽ രൂപമാണ്. അല്ലാണ്ട് ഒരു സ്ത്രീയോ ഒരു പുരുഷനോ മരിച്ചുപോയ പെങ്ങളോ അല്ലെങ്കിൽ ചെറിയമ്മയോ വല്യമ്മയൊന്നുമല്ല, മുത്തശ്ശിയൊന്നുമല്ല. ആ രൂപം നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. ചുഴലിക്കാറ്റിൻ്റെ രൂപമാണ് 10 ദിക്കുകളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ട് തണുപ്പും ചൂടും സഹിച്ചുകൊണ്ട് ആഹാരമില്ലാതെ ദാഹം കൊണ്ട് തളർന്ന് ഒരു ദിക്കിലും ശരണമില്ലാതെ ഹാ ദൈവമേ ഈ കഷ്ടാവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന് പറഞ്ഞും കൊണ്ട് കരയും. ആരെ? പ്രേതം കൊണ്ട് ദുന്ദുകാരുടെ പ്രേതം അരഞ്ഞു തിരിഞ്ഞുകൊണ്ട് കഴിയുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിയുടെ മരണവൃത്താന്തം തീർത്ഥാടനം ചെയ്ത് കാലം കഴിക്കുന്ന ഗോകർണൻ സ്വദേശക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞു. അതായത് മൂപ്പരിങ്ങനെ തീർത്ഥസ്നാനങ്ങളിലൊക്കെ കുളിച്ച് പൂർവികർക്ക് ഉദയക്രിയൊക്കെ ചെയ്ത് ഈശ്വരോപാസനയുടെ ഭാഗമായിട്ട് എല്ലാവരിലും എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണുക. അങ്ങനെ അലഞ്ഞു തിരിയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തൻ്റെ കസിൻ ബ്രദറായിരിക്കുന്ന ദുന്ദുകാരി
ദുഷ്ടാവസ്ഥയിൽ മരണം മരിച്ചു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ 19, 20 ഇതേമാതിരി ഒപ്പം പോവാണ്. അനാഥം തം വിധിദ്വൈവ ഗയാശ്രാദ്ധം അജീകരത് യസ്മിൻ തീർത്ഥേഷു തു സംയാതി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ ഏവം ഭ്രമൻ സഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വത്തും ആഗതോ അലക്ഷിതപരൈഹി അനാഥം തം വിധിദ്വൈവ ഗയാശ്രാദ്ധം അജീകരത് യസ്മിൻ തീർത്ഥേ തു സംയാതി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ ഏവം ഭ്രമൻ സഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വത്തും ആഗതോ അലക്ഷിതപരേ. എന്താ? മരിച്ചുപോയ ദുന്തുകാരിക്ക് വേണ്ടുന്ന പരലൗകിക കർമ്മം നടത്തുവാൻ മറ്റാരും ഇല്ലെന്നറിഞ്ഞിരിക്കുന്ന ഗോകർണൻ. അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി അല്ലേ? അവസാനം ഇപ്പോൾ ഇയാൾ മരിച്ചു. ഭാര്യമാർ തോന്നിവാസം കാണിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം, ആളെ കണ്ടാൽ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ചം എന്ന് പറയും അല്ലേ? അപ്പോൾ മരിച്ചുപോയ ദുന്തുകാരിക്ക് വേണ്ടുന്ന പരലൗകിക കർമ്മം, അതായത് പ്രേതാവസ്ഥയിൽ ഉള്ള അവർക്ക് മോക്ഷം ഉണ്ടാക്കി പിതൃലോകത്തേക്ക് എത്തണം. അപ്പോൾ വേണ്ടുന്ന പരലൗകിക കർമ്മം നടത്തുവാൻ മറ്റാരുമില്ലെന്നറിഞ്ഞിരിക്കുന്ന ഗോകർണൻ ഗയാശ്രാദ്ധം ചെയ്തു. ഗയയിൽ ശ്രാദ്ധം ചെയ്തു. ഗയാശ്രാദ്ധം ചെയ്താൽ തീരാത്ത പാപമില്ല. പക്ഷെ അത് അങ്ങനെ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കഥ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ഗയാശ്രാദ്ധം ചെയ്തു. ഏതേത് തീർത്ഥത്തിൽ പ്രവേശിക്കുന്നുവോ ആ തീർത്ഥങ്ങളിലെല്ലാം ദുന്തുകാരിയുടെ ഗതിക്കായിക്കൊണ്ട് ശ്രാദ്ധം കഴിക്കും. അദ്ദേഹം ഗയെന്ന് വേറെ സ്ഥലത്ത് പോയി അവിടെ മുങ്ങിക്കുളിക്കും. അപ്പോഴും എൻ്റെ സഹോദര തുല്യനായ ദുന്തുകാരിക്ക് മോക്ഷം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കും, ശ്രാദ്ധം ചെയ്യും. ഇപ്രകാരം തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഗോകർണൻ സ്വരാജ്യത്തിൽ വന്നു ചേർന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ മറ്റാരും കാണാതെ ഗൃഹമുറ്റത്തിൽ ഉറങ്ങാൻ കിടന്നു. അത് പണ്ടൊക്കെ ഈ ഒരു കയർക്കട്ടിലുണ്ടാവും എല്ലാവരുടെ വീട്ടിലും. ഇപ്പോഴല്ലാട്ടോ, ഇപ്പോഴൊക്കെ ധനവാന്മാരായപ്പോൾ കുത്തുപണികളോട് കൂടിയിട്ടുള്ള രീതിയിലൊക്കെ ആണല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റാരും കാണാതെ കണ്ടുള്ള സമയത്ത് എത്തിയത്. അപ്പോൾ മുറ്റത്തൊരു ചൂടിക്കെട്ടിൽ പൊടി പൊടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൊട്ടി ശരിയാക്കി മലന്ന് കിടന്നു, ഉറങ്ങാൻ കിടന്നു. ഇത്രയധിക കാലം തീർത്ഥാടനം ചെയ്ത് ഗോകർണൻ എന്തിനാണ് പിന്നെയും സ്വരാജ്യത്തിൽ വന്നു ചേർന്നതെന്ന് ശങ്കിക്കേണ്ട. ചിലർക്ക് ശങ്കയുണ്ടാവും, എന്നാൽ മൂപ്പർക്ക് അതങ്ങനെ തുടർന്നാൽ പോരെ. അങ്ങനെയല്ല, അതിനൊരു ആപ്തവാക്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആപ്തവാക്യങ്ങൾ അവിയലാണ്. പറഞ്ഞില്ലേ? ജനനീ ജന്മഭൂമി ച ജാനവീ ച ജനാർദ്ദന ജനക പഞ്ചമശ്ചൈവ ജകാര പഞ്ചദുർലഭാഹ. ഈ ജ വെച്ച് 5 ആളെ പറയണ്ടായി. ജനനി, ജന്മഭൂമി, ജാനവി, ജനാർദ്ദന, ജനക. 5 ആള്. പഞ്ചമശ്ചൈവ ജകാര പഞ്ചദുർലഭ. ഈ 5 ആളെയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒന്നിനെ കിട്ടണ്ടേ? കിട്ടില്ല. എന്താണ് കാരണം എന്നാണ് ചാണക്യനീതിയിൽ ചാണക്യൻ പറയുന്നത്. ജനനി, ജന്മഭൂമി. ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗ എന്നർത്ഥം. ജന്നു എന്നുള്ള ഋഷിയുടെ മകളാവുക കാരണം ജഹ്നവി. ആ കഥ ഞാൻ പറയാം. ഈ സകരന്മാർക്ക് 60,000 പേര് അഗ്നി ഭസ്മായിപ്പോയി. അവർക്ക് എന്താ പറയുക, സ്വസ്തി സമാധാനം ലഭിക്കാൻ വേണ്ടി ഭഗീരഥൻ എന്നുള്ള രാജാവ് ഭഗീരഥ പ്രയത്നം ചെയ്ത് ദേവഗംഗേനെ ഭൂലോകത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരുള്ള സ്ഥലം ഗംഗയ്ക്ക് അറിയില്ലല്ലോ, അവിടെ കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകണ വഴിക്ക് ഒരു പർണശാല ഉണ്ടായിരുന്നു. വെള്ളം അങ്ങനെ കുത്തി ഒലിച്ച് വരുമ്പോൾ എന്ത് പർണശാല അടിച്ചുപോയി. അത് ജന്നു എന്ന് പറയുന്ന ഋഷിയുടെ പർണശാലയായിരുന്നു.
ലോകം കണ്ട വിദ്വാൻമാരിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഗംഗേനെ അങ്ങോട്ട് കുടിച്ചു വെറ്റിച്ചു. തപസ്സിൻ്റെ ബലമാണ്, തപസ്സിൻ്റെ ബലം കുടിച്ചു വെറ്റിച്ചു. ഈ എന്താണെന്ന് പറയുക, ഭഗീരഥനൊക്കെ വന്ന് കാലിൽ വീണ് സംസ്ഥാപരാധം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പൂർവികരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദേവലോകത്തുനിന്ന് കൊണ്ടുവരികയാണ്. അവളോടാരാ എൻ്റെ പർമ്മശാല ഇല്ലാണ്ടാക്കാൻ പറഞ്ഞത്? മാപ്പ് തരണം, അങ്ങേക്ക് ഞാൻ വലുതൊന്ന് കെട്ടിത്തരാം. അപ്പോൾ പ്രീതിജനകമായ കാര്യത്തിനാണല്ലോ ഗംഗേനെ ആഗ്രഹിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞ് ചെവി കൂടെ വിട്ടുന്നാ. അപ്പോൾ എന്തായി? വയറ്റിൽ നിന്ന് ചെവി കൂടെ വന്നപ്പോൾ തൻ്റെ മകളായി. അതിനാണ് ജഹ്നവി എന്ന് പേരിട്ടത്. എന്ത് രസമാണ് ഇതൊക്കെ കേൾക്കാനും അറിയാനും താല്പര്യം ഉണ്ടാവണം. അപ്പോൾ ജനനി, ജന്മഭൂമി, ഗംഗ, ജനാർദ്ദനൻ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്നർത്ഥം. ജനാർദ്ദനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം അറിയോ? ഇതിലില്ല, ഞാൻ പറഞ്ഞുതരാം. ജനങ്ങളെ മർദ്ദിക്കുന്നവന്ന. അച്യുതാനന്ദ ഗോവിന്ദ, ജനാർദ്ദന, കേശവ, അതൊക്കെ നമ്മൾ നീട്ടി വിളിക്കും. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മർദ്ദിക്കുന്നവൻ, ജനങ്ങളെ മർദ്ദിക്കുന്നവൻ. എന്തിനു വേണ്ടിയിട്ട്? നന്നാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയും, ഞാനൊന്നും പറയില്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കണമില്ല. പ്രകൃതിയുടെ ഒരു അടി കൊണ്ടാൽ നിങ്ങൾ നേരാവുമെന്ന് പറയും നമ്മൾ. പ്രകൃതിയുടെ ഒരു അടി. അപ്പോൾ പ്രകൃതിയുടെ നേതാവാരാ? ഭഗവാനാണ്. ഭഗവാന്റെ അടി കൊണ്ടാണെന്നർത്ഥം. ഇപ്പോൾ പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ ഭഗവാൻ ചതുർഭുജനാണല്ലോ. ആ കയ്യിൽ എന്തൊക്കെയുള്ളത്? ശംഖ്, ചക്രം, ഗദ, പത്മം. ശംഖ് മംഗളധ്വനി ഉണ്ടാക്കുന്നതാണ്. അത് മംഗളധ്വനിക്ക് മാത്രമല്ല, പോരിന് വിളിക്കുമ്പോഴും ശംഖനാദം ഉണ്ടാവും. സൺറൈസിൽ ശംഖനാദം മുഴക്കി സൺസെറ്റിൽ ശംഖനാദം മുഴക്കുമ്പോൾ ഫിസിലടിക്കണ കൂടുതലാണ്. യെസ് കമോൺ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി. ഫിസിലടിച്ചാൽ യുദ്ധം നിർത്തി. അപ്പോൾ ആൾക്കാരെ ഉണർത്താൻ ശംഖനാദം, ഉണർന്നവർക്ക് താമര കൊടുക്കും ഭഗവാൻ. താമര എന്തിൻ്റെ പ്രതീക? ലക്ഷ്മിയുടെ പ്രതീക താമര. താമരയിലാണല്ലോ ലക്ഷ്മി വസിക്കുന്നത്. ഉണർന്നില്ല, അപ്പം കയ്യിൽ ഗതയുണ്ട്, കൊടുക്കുരപ്പെട്ട. ആഹാ, ഉണരാൻ വയ്യ. നമുക്ക് മഴക്കാലത്ത് അച്ഛനെ പേടി, അമ്മേനല്ല. കാരണം എന്താ? സമയത്ത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ ആരുടെ അടി ഉള്ളിൽ നമുക്ക്? അച്ഛൻ്റെ അടി. അമ്മ പറയും, അവനൊന്നും കൂടി കിടന്നോട്ടെ, അല്ലെങ്കിൽ അവൾ ഒന്നും കൂടി കിടന്നോട്ടെ പറയും. പഠിച്ചിട്ട് പാസ്സായിട്ടേ അവൾ ഇഷ്ടത്തിൽ ജീവിക്കുമ്പോൾ എന്ത് തോന്നിയ മാതിരി ചെയ്താൽ മതി, ഇവിടെ പറ്റില്ല പറയും നല്ല അച്ഛന്മാർ. എന്താ അങ്ങനെ പറയാൻ കാരണം? നല്ല അച്ഛന്മാർ സ്നേഹം പുറത്ത് പറയില്ല, മനസ്സിലുണ്ടാവും. അപ്പോൾ ഇവിടെ ജനാർദ്ദനൻ, ജനകൻ, പിതാവ്. ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ്. ഇങ്ങനെ ജകാര്യദ്യങ്ങളായി അഞ്ചും സുലഭങ്ങളല്ല. എന്താ അർത്ഥം? നല്ലൊരച്ഛൻ്റെ മക്കളായി തീരണമെങ്കിൽ കൊടുത്തു വയ്ക്കണം, വേണ്ടേ? നല്ലൊരച്ഛൻ, അമ്മയെ അടിക്കാത്തത് അല്ലേ? അമ്മയെ അടിക്കണ അച്ഛനെ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കള്ളു കുടിച്ച് 4 കാലിൽ വന്ന് ബോധമില്ലാണ്ട് ചട്ടിയും കാലും വലിച്ചെറിയണ അച്ഛനെ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ജന്മദേശത്തിൽ ജീവിക്കാൻ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലമില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? അപ്പോൾ ജനനി വേണം, ജന്മഭൂമി വേണം, ഗംഗ അതായത് കുടിക്കാൻ വെള്ളം വേണം, അല്ലേ? 3 സെൻറ്റ് സ്ഥലമുണ്ട്, വീടുണ്ട്, കുഴൽ കിണർ കഴിച്ചു അല്ലെങ്കിൽ കുഴിച്ചു, വെള്ളമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വെള്ളം അമൃത, ലോകത്തെ അമൃതമാണ്. അതിലെ പവിത്രമായിട്ടുള്ള ജഹ്നവി, ഗംഗ, ജനാർദ്ദനൻ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ എല്ലായിടത്തുണ്ട്. എത്ര ഹിന്ദുക്കൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. തന്നെ മർദ്ദിക്കാൻ കഴിവുള്ള ആളാണ് ഈ അമ്പലത്തിൽ എന്നുള്ളത് എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നമ്മൾ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർമാരെ ചെയ്യണത്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശ്രീകൃഷ്ണവാൻ, അപ്പം നല്ല അച്ഛൻ ഇതൊന്നും സുലഭമല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഇങ്ങനെ 5 സുലഭങ്ങളല്ല, ഏറ്റവും പ്രിയാസ്പദങ്ങളാണെന്ന് സാരം.
ഈ 5നെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ജന്മഭൂമിയിലേക്ക് ഗോകർണൻ തിരിച്ചു വന്നത് ലോകരെ സംരക്ഷിക്കാനാണ് എന്ന് തുടർന്നുള്ള കഥാഗോളങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.